വൺ ഡേ വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറിയൊരു വീഡിയോ, പിള്ളേരെല്ലാം നമുക്കൊന്ന് കണ്ടിട്ട് വരാം. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. ഞങ്ങളെ വണ്ടി പണിയൊക്കെ കഴിഞ്ഞ് ഇറക്കിയിട്ടുണ്ട്. കാർ അങ്ങനെ നമുക്ക് കൊണ്ടുവന്ന് കുട്ടപ്പനാക്കി. ജാനമ്മ എന്തുവാ രാവിലെ വെയിലടിക്കുമ്പോൾ കയറി കിടന്നങ്ങ് ഉറങ്ങിയെന്നല്ലേ? ചക്കപ്പഴം വന്നേ, ചക്കിപ്പെണ്ണ് ചാടി കയറിക്കോ. ബാ നമുക്ക് വെള്ളമൊക്കെ പോയിട്ട് വരാം. ചക്കി വരണ്ട. അയ്യോ ചക്കി ഇപ്പം വരാൻ സമയമില്ല, ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നാൽ മതി. മക്കളിവിടെ വന്നേ കേട്ടാ. ചക്കപ്പഴം ഞങ്ങൾ വീണ്ടും വഴിയിൽ ചെടിച്ചട്ടിയൊക്കെ എടുത്ത് വെച്ച് ചെടികളല്ല പച്ചക്കറികളൊക്കെ നട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത്ര നേരം എത്ര ദിവസം മുറ്റത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം അതിനെല്ലാം എടുത്ത് മാറ്റി വഴിയിൽ വെച്ച്. ചക്കി എന്നെക്കാളും മുന്നേ പോകാണ് കേട്ടോ. ഗേറ്റ് തുറന്ന് ഇപ്പോൾ അകത്താക്കുമെന്ന് പറഞ്ഞു. അവൾ അകത്തോട്ട് കയറ്റി വിടാൻ സമയമായിട്ടില്ല. ഈ ഒരാഴ്ച കൂടെ കഴിഞ്ഞെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, കയറ്റി വിട്ടാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന്. പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ താഴെ തന്നെ നിന്നാൽ മതി കേട്ടോ. ഞങ്ങളുടെ മുകളിലൊന്നും കയറി പോകണ്ട. ചെറുക്കന്മാരൊന്നും ശരിയല്ലെന്നേ. ആണ്ട ഇങ്ങനെ ഉണ്ടാ ജിമ്മി കൂട്ടെ, ആണ്ട ജാക്കി ചെറുക്കൻ കാത്തിങ്ങനെ നിൽക്കുക ഗേറ്റിൻ്റെ അടുത്ത്. മാറണ ചെക്കന്മാരെ ഒരു പെണ്ണെ മാറങ്ങോട്ട്. പാപ്പലന്മാർ രണ്ടെണ്ണം കിങ്കറന്മാർ രണ്ടും കൂടെ നിൽക്കണ നിൽപ്പുണ്ടാ. താനിയെ ചോദിച്ചിരുന്ന് ജിമ്മിക്കുട്ടനെ എങ്ങനെയുണ്ട്, മുറിവൊക്കെ ഉണങ്ങിയ വാക്സിനൊക്കെ എടുത്ത് കഴിഞ്ഞോന്ന്. അവന് ജിമ്മിയുടെ മുറിവ് കാണിച്ചു കൊടുത്ത മുഖത്തെ ഇഞ്ഞണ്ട വിളിച്ചാൽ പിന്നെ ഭയങ്കര പാടാ. വേണ്ട മുഖത്തെ മുറിവൊക്കെ ഉണങ്ങി, വേണ്ട അതൊക്കെ ഉണങ്ങി. വാക്സിൻ ഇനി വ്യാഴാഴ്ചയും കൂടെ ആകുമ്പോഴത്തേക്ക് ലാസ്റ്റ് വാക്സിനാണ് ജിമ്മിയുടെ. ഇല്ല ലാസ്റ്റ് വാക്സിനാണ് വ്യാഴാഴ്ച ജിമ്മിയുടെ. അതുകൂടെ കഴിയുമ്പോഴത്തേക്ക് 5 ഡോസ് വാക്സിൻ കഴിയും. അവൻ പുറത്തിറങ്ങി പോയപ്പോൾ പുറത്തുള്ള വേറൊരു ഡോഗ് കുട്ടൻ്റെ അടുത്ത് ആളാവാൻ ചെന്നപ്പോഴത്തേക്ക് അവൻ വെച്ച് കാച്ചി കൊടുത്തതാ മുഖത്ത് 2 മുറിവ്. ഇതാരും ഈ നടക്കണത്? ആനക്കുട്ടിയാ എൻ്റെ ജക്കപ്പൻ. ഇതിൻ്റെ ജക്കപ്പനാണ് ജക്കപ്പൻ. എവിടെ പോയാലും പുറക്കെ വരും. അണ്ണൻ രാവിലെ പെരയിടത്തിൽ കുറച്ച് കുക്കുംബറൊക്കെ നടാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങൾ കുക്കുംബർ ഒരു പ്രാവശ്യം മേടിച്ച് നട്ട് നല്ലതുപോലെ കായൊക്കെ കിട്ടി നമുക്ക്. ഞങ്ങൾക്ക് വാ വരുന്നതൊക്കെ കൊള്ളാം. അവിടെ കുരുത്തേക്കേടൊന്നും കാണിക്കരുത്. ഞാൻ പോകുമ്പോൾ കൊണ്ടുപോവാ. ഇതിലൊന്നും തുടരുതേ. ഇതൊക്കെ തൈ മേടിച്ച് വെച്ചിരിക്കുന്നത്. തുമ്പാരിയേ. ഞങ്ങളെ കൃഷികളൊക്കെ മുളക് ഉണ്ടമുളക്, വയലറ്റ് കളർ ഉണ്ടമുളക് എല്ലാം. അവിടെ താഴെയാണെങ്കിൽ ജാനു തകർക്കണ് കേട്ടോ. ഗേറ്റിൽ അടിച്ചടിച്ച് തകർക്കണ്. അണ്ണൻ രാവിലെ കൃഷിയില്ല. വേണ്ട അവിടെ തണല. മത്തൻ അവിടെ എല്ലാം കടന്നു. മത്തൻ അവിടെ എല്ലാം കടന്നു. മത്തൻ അതിൻ്റെ മണ്ടത്തേക്കാ. ഞങ്ങളെ കൃഷികളൊക്കെ കണ്ട എല്ലാവരും. എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ കുക്കുംബർ നട്ടിരുന്നത് അതിൻ്റെ കാലാവധി കഴിഞ്ഞു. അതിൻ്റെ കവറുകളാണ് കിടക്കുന്നത്. കാരണം നമ്മൾ കവറിട്ടിരിക്കുന്നത് വെച്ചാലേ കായ്ച്ച നമുക്ക് കുക്കുംബർ തരത്തില്ല, എല്ലാം നശിപ്പിക്കും. പിന്നെ വേറൊരു കറുത്തൊരു പക്കിയുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ നശിപ്പിക്കുന്ന കാരണം നമ്മൾ ഈ കവറിട്ടാണ് കുക്കുംബർ. പക്ഷെ നല്ല കുക്കുംബറായിരുന്നു. തോനെ ഞങ്ങൾക്ക് കിട്ടി. ജാക്കിക്കുട്ടൻ രാവിലെ കയറി വന്ന് പച്ച ഇലയൊക്കെ തിന്നു. അവർ ഈ പെരയിടത്തിൽ മെയിനായിട്ട് കയറി വരുന്ന അവർക്ക് പച്ച ഇലകളൊക്കെ കഴിക്കണം. ഇവിടെ നിറയെ കൃഷിയും പച്ചിലയും കാര്യങ്ങളും ഒക്കെയാണ്. എന്നാൽ മഞ്ഞളിന് വെട്ടി കൂട്ടണ്ടേ. എന്നാൽ അങ്ങനെ കുക്കുംബറൊക്കെ നട്ടിട്ടുണ്ട്. ഇത് നട്ടിട്ട് ഒരു കാര്യം ചെയ്യും, ഈ കമ്പ് ഇതിൻ്റെ ചുറ്റാകെ കുത്തിയാലാ ഈ കിടക്കുന്നത്. അല്ലെങ്കിൽ ഉമ്മാൻ എന്നെ മണ്ടേ കയറി ചവിട്ടും. ഓടിച്ചാടി ചവിട്ടി അതിൻ്റെ തല ഒടിച്ച് കളയും. ചുറ്റാകെ 2-3 കമ്പ് കുത്തിയാലും അപ്പോൾ അവർ ചാടത്തില്ല. ജാക്കപ്പൻ രാവിലെ നടന്ന് പോച്ച തന്നെയാണ് കേട്ടോ. ഇവിടെ കയറി വരുന്നതേ അവ ഈ പോച്ച തിന്നാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ കൃഷികളൊക്കെ ചെയ്തിട്ടിരിക്കുകയാണ് പെരയിടം മുഴുവനും. കുറേയൊക്കെ കാടൊക്കെ കയറി. പോച്ച ചെത്താനൊന്നും സമയമൊന്നും കിട്ടുന്നില്ല. എല്ലാം പക്ഷേ കൃഷിയാണ്. കൃഷിയുടെ ഇടയ്ക്ക് പോച്ചകളൊക്കെ പിടിച്ച് കിടക്കുന്നതാണ്. ചേമ്പൊക്കെ നട്ടിരിക്കുകയാണ്. അവിടെ അങ്ങേറ്റം കൂവയുണ്ട്. ഇവിടെ കൂവക്കിഴങ്ങ് നട്ടിരിക്കുക. ചേമ്പ് ഇട്ടിട്ടുണ്ട്. ചീനി ഇടയ്ക്ക് നട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചി മഞ്ഞളൊക്കെ നട്ടിട്ടുണ്ട്. പിന്നെ വാഴകളെല്ലാം അത് കൊലച്ചൊക്കെ നിൽക്കുകയാണ്. വാഴയൊക്കെ കണ്ട എല്ലാം കൊലച്ചൊക്കെ നിൽക്കുന്നുണ്ട്. ഒരു ദിവസം ഞങ്ങൾ രാവിലെ വന്നപ്പോഴേ അണ്ണൻ ഇവരൊരു ഒരു ദിവസം ലേറ്റായി ഞങ്ങൾ ഉറക്കം അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ ഒരു 6 മണിയായി. അപ്പോൾ ഇവർ 1-2 ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറമ്പിൽ കൊണ്ടുവന്നപ്പോൾ അണ്ണ ഇവിടുന്ന് എന്നെ വിളിക്കും, ഡേ പാമ്പെന്നും പറഞ്ഞു. വന്ന് നോക്കിയപ്പോൾ എന്തിനാണ്
ഇതുപോലെ വാഴ ഉണ്ട, വാഴയുടെ ഇലയ്ക്കകത്ത് ഒരാൾ ചുരുണ്ടുകൂടിയിരിക്കുന്നു മുകളിൽ. അങ്ങനെ ഞങ്ങൾ പയ്യെ പയ്യെ തട്ടി വാഴ കുലുക്കി അങ്ങനെ ഞങ്ങൾ പയ്യെ തട്ടി അങ്ങ് തറയിലിട്ട്. തറയിട്ടപ്പോൾ എന്തോ ഒരു കുഞ്ഞ് ചേരക്കുട്ടനായിരുന്നു. അണ്ണൻ ചേരക്കുട്ടനെ കണ്ടിട്ട് പാമ്പെന്ന് കിടന്ന് വിളിയായിരുന്നു. അപ്പോൾ നമ്മൾ വാഴയെല്ലാം കുഴച്ച് വയ്ക്കുകയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാലേ, ഈ വാഴയെല്ലാം ഇവിടുന്ന് മാറ്റിയിട്ട് ഞങ്ങൾ, ഇത് മഞ്ഞളാണ് കേട്ടോ, മഞ്ഞളൊക്കെ വഴിയിൽ നട്ടിരിക്കുന്നതാണ്. വാഴയെല്ലാം മാറ്റിയിട്ട് ഞങ്ങൾ അതൊന്ന് താഴെ ഈ പിള്ളേർ നിൽക്കുന്ന പെരേട ഉണ്ടല്ലോ, ഇതാ ഇവിടെ അങ്ങ് ആക്കും. ഇവിടെ മൊത്തം വാഴ ആക്കാമെന്ന് കരുതി. അപ്പോൾ ഫുൾ തണൽ, ഇപ്പോൾ ഓൾറെഡി തണലാണ്. അപ്പോൾ ഇവന്മാർക്ക് ഫുള്ള് തണലായിട്ട് തണുത്ത് വിറച്ച് കുരുക്കി ഇരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഉള്ള വാഴയെല്ലാം ഞങ്ങൾ താഴെ കൊണ്ട് വയ്ക്കാൻ പോകണേ. കേട്ടടാ ചെക്ക, ഇവിടെ ചെക്ക, ഇവിടെ ചെക്ക, ഇവിടെ ചെക്ക. പിള്ളേരെന്തേ ഓടിയാ? വാ 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 ജിമ്മി. ആരും വരത്തില്ല കേട്ടോ ഇപ്പം. എന്താ വരാത്ത കാര്യം എന്താ അറിയാം, കൂട് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടിട്ടൊക്കെയാണ്. ജിമ്മിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കൂട്. പിന്നെ കൂടെ ഞങ്ങളെ കാണാത്തപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് എന്തൊക്കെയോ ഞങ്ങളെ വിളിക്കുകയാണോ വഴക്ക് പറയാനോ ഒന്നും അറിയാൻ വയ്യ, എന്തൊക്കെയോ പറയുന്നു. വേണ്ട, കൂട്ടിനകത്ത് നിന്ന് ഇപ്പോൾ ഇറങ്ങാത്തൊരവസ്ഥയാണ്. കൂട് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ട് ടൈലൊക്കെ ഇട്ട് സെറ്റ് ചെയ്തപ്പോൾ റാണിയമ്മയ്ക്ക് പിന്നെ കൂട് അവൾക്ക് പ്രമാണം എഴുതി കൊടുത്താണക്കാണ് അവൾ കരുതി വെച്ചിരിക്കുന്നത്. ഈ 5 സെൻറ്റ് പെരേടോ, 5 സെൻറ്റോ 7 സെൻറ്റ് അങ്ങോട്ട് വരും, 7 സെൻറ്റ് പെരേടോ ഈ കൂട് റാണിയുടെ പേർക്ക് ഞങ്ങൾ എഴുതിയിരിക്കുകയാണ് കേട്ടോ. ഒറ്റ എണ്ണ ഇറങ്ങത്തില്ല. അതാ സ്റ്റാൻഡിൽ വരുത്തി തുമ്പി പെണ്ണ് ജിമ്മി കൂട്ടെന്നാണ്ട അവ ഇവിടെ മണിക്കുട്ടി ചാക്ക് ഇന്നലെ രാത്രി ഇട്ട് കൊടുത്ത എല്ലാം എന്താ തട്ടിപ്പിടിച്ചൊക്കെ എടുത്ത് ഇനിയിപ്പോൾ തൂത്ത് രാവിലെ എല്ലാം വൃത്തിയാക്കണം, ടൈലൊക്കെ വൃത്തിയാക്കണം. കാക്കു പീച്ചി ഉറക്കം എണീക്കത്തില്ലെന്നേ. നേരെ വെളുത്ത് സൂര്യ ഉച്ചാന്തലേ വന്നാൽ പോലും എണീക്കത്തില്ല. എണീക്കണില്ലേ? കൂട് വെട്ടുമ്പം പിള്ളേർ ഇറങ്ങാത്തൊരവസ്ഥയായിട്ടുണ്ട്. ഞാനീ ഗുണ്ടായിട്ട് വരികയാണ് കേട്ടോ, ഗുണ്ട, ഭയങ്കര ഗുണ്ട. എണീറ്റ് ഉറക്കത്തിൽ നിന്ന് എണീറ്റ്. ഞാൻ വിളിച്ചതിൻ്റെ പേരിലൊന്നും എണീറ്റതാ, അല്ലെങ്കിൽ എണീക്കില്ല. ഇല്ലേ? എണീക്കോ? ഇല്ലല്ലേ? ഇല്ലെങ്കിൽ എണീക്കത്തില്ലല്ലേ? അപ്പോഴും നമ്മൾ താറാക്കുട്ടന്മാർ 3 താറാവും. അയ്യോ, കോഴിയമ്മ ഇറക്കിയില്ലേ? എന്നാൽ മണിയെട്ടായിട്ട് കോഴിയമ്മേനെ ഇറക്കിയില്ല. നമ്മൾ ഹൈറ്റ് കയറ്റി ഇരുത്തിയിരിക്കുന്നത്. എന്താ വെച്ചാൽ താഴെ താറാവ് നിൽക്കുമ്പോൾ അവന്മാർ ഇവളെ ശല്യം ചെയ്യും. അതുകൊണ്ട് അവളെ നമ്മൾ ഹൈറ്റ് തിരിച്ച് ചെയ്യും. പക്ഷെ ഇവൾക്ക് തനിയെ ഇറങ്ങാൻ അറിഞ്ഞൂടാ, പറന്നിറങ്ങാറില്ല. വയസ്സ് കുറേ ആയേ, 5 വയസ്സ് 6 വയസ്സൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ പറന്നിറങ്ങാനൊന്നും അറിയത്തില്ല. പയ്യെ നടന്നു പോകാനേ ആൾക്കറിയത്തുള്ളൂ. ഇനി ഈ താറാവിനെ അകത്ത് കയറ്റിയിട്ട് ഇവളെ തുറന്നു വിടും, അല്ലെങ്കിൽ അവളായിട്ട് ശല്യം ചെയ്യും അവന്മാർ. ഇവിടെ എന്താ കഴിയുന്നേ? ഇതെന്താ കാണിക്കുന്നേ? ഇതെന്താ ഈ കാണിക്കുന്നേ? ഞാനീ മാമ ഡയറക്റ്റ് പക്കു എല്ലാവരും എണീറ്റിട്ട് പിന്നെ പോയി കിടക്കുക. എല്ലാവരും കിടത്ത ജിമ്മി നീ ഇറങ്ങി പോകുന്നില്ലേ? ഇനി നിന്നെ താഴെ കൊണ്ടുവന്നാലല്ലേ നീ ഇറങ്ങി ഓടത്തോളൂ, ഞങ്ങളായിട്ട് ഓട്ടിക്കത്തോളൂ. വല്ല ചെറുക്കൻ്റെ കയ്യിൽ നിന്ന് അടി മേടിക്കാനൊക്കെ ഉണ്ട്. അവൻ കടിച്ച് പിരുത്തപ്പോഴേ അവൻ്റെ നിന്ന് പുറത്തുള്ളവൻ്റെ നിന്ന് ഒരു കടി കിട്ടിയപ്പോൾ താഴോട്ട് ഓടിയവൻ തിരിച്ചും കുണുങ്ങി ഇനി ഗേറ്റിൻ്റെ അടുത്ത് വന്ന്. ഇതെന്തോ ഈ കാണിക്കണേ? എന്തോന്ന് വണ്ണേ? എന്ത് നിനക്ക് കുഴപ്പമെന്ത്? ഇതെവിടെ എന്ത് ഇതൊക്കെ എന്തിനപ്പം ഈ കാണിക്കുന്നത്? അവനെ കടി ഒന്ന് കിട്ടിയപ്പോൾ അവനറിയാം വന്ന് ഗേറ്റിൻ്റെ അടുത്ത് വന്ന് നിൽക്കാൻ. അണ്ണൻ അവിടെ എന്നെ വിളിക്കുന്ന കേട്ടോ, എന്തോ കാര്യം നോക്കിയിട്ട്. രാവിലെ ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് വന്നിട്ട് അത് മിക്കവാറും വലിയ വീഡിയോ ആവുന്ന എല്ലാ ലക്ഷണവും ഞാൻ കാണുന്നുണ്ട്. നിമ്മി വാടാ, നിമ്മിയെ വിളിച്ചാൽ ജാക്കി വരും. ജാക്കി വിളിച്ചാൽ വന്നോ ഇങ്ങോട്ട് അങ്ങോട്ട് ഞാൻ പോണില്ല, താഴോട്ടല്ല, ഞാൻ ഇങ്ങോട്ടാ വിളിച്ച. വാ താഴെ പെമ്പിള്ളേരുണ്ട്, അവിടെ പോയിക്കൂടാ. വാ, റെസ്ട്രിക്റ്റഡ് ഏരിയ. ബാ മോനെ, മത്തേ നടണ്ട, താഴെ ചെടിച്ചട്ടി ശരിയാകാറുണ്ട്. വാ, ചെടിച്ചട്ടിയിൽ പച്ചമുളക് നടാറുണ്ട്. കടി കൂടാൻ വേണ്ടിട്ട് ഉറക്കത്തിൽ നിന്ന് പോയി വിളിച്ചുകൊണ്ട് വന്നപ്പോൾ എല്ലാവരും ആക്റ്റീവായിട്ട് ഇറങ്ങിയിരുന്നുണ്ട്. അത് പോകുന്നുണ്ട് ഒന്ന് പൊക്കുണ്ട. ഗുണ്ട ഇവിടുത്തെ ഗുണ്ടാറാണി പോകുന്ന പോക്കുണ്ട. എൻ്റെ ജാനുവിനെ കടിച്ച് ശരിയാക്കിയിട്ട് ഞാനെൻ്റെ മുറിവൊക്കെ ഇപ്പോൾ ഉണങ്ങിയിരുന്നുണ്ട്. 2 ദിവസത്തോടെ കഴിഞ്ഞ് അവളെ ഇവരെ കൂട്ടത്തിൽ വീണ്ടും ആക്കും. ഇതാ കണ്ട തൈ അങ്ങോട്ട് നട്ടതേ ഉള്ളു, അവിടെ പോയപ്പോൾ മണപ്പിക്കുന്നുണ്ടാ. റാണി മാറിയില്ലേ? മണ്ണ് വാരി അറിയുന്നൊരുത്തെ അണ്ണ 2-3 കമ്പ് കൂടെ കുത്തി ഇവിടെ, അല്ലാതെ ശരിയാവത്തില്ല. ആ തലങ്ങും വിലങ്ങും കുത്തിയരാ, അല്ലെങ്കിൽ ആ ചെടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. എന്നെ തള്ളിയിട്ടാ എല്ലാത്തിനും ഇവിടെ നിന്ന് നാട് കടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്.
റാണി അങ്ങോട്ട് പോയി, അതിലെങ്ങാനും ചാടുവോ? ഒന്നും കൂടെ വേണം അവിടെ. കമ്പ് അവിടെ കിടക്കുന്ന കമ്പ്, അത് കുഴപ്പമില്ല, അങ്ങ് ചുറ്റാൻ കുത്തിയതാ. അല്ലെങ്കിൽ ഇത് ഊര്. വളം ഇട്ടായിരുന്ന വളയിഞ്ഞ് കുറച്ച് വാരിയേ ഇല്ല, പിന്നെ അതിൻ്റെ മൂട്ടിലിടണം അല്ലേ. ഇന്നലെ ചെടിച്ചട്ടിയിൽ കുറേ തൈ നട്ടില്ലായിരുന്നോ, അതിൻ്റെ മൂട്ടിൽ കുറച്ച് വളം ഇടണം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. പിള്ളേരെയൊക്കെ ഇന്ന് കാണിക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. പിള്ളേർ അവിടെ അടിപൊളിയായിട്ട് എല്ലാവരും ഉണ്ട്. ഇപ്പോൾ ഭയങ്കര മടിയാണ് എല്ലാവർക്കും. ഉറക്കം, പുതിയ കൂട് കിട്ടിയപ്പോഴത്തേക്ക് ഉറക്കം, ക്ഷീണം. ചെടി തൊട്ട അടി. ആ, എല്ലാവർക്കും ബൈ.